Hello, welcome to market discussion of the day. Today, April 25th, 2025, Friday ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നാളെ നമ്മളുടെ അടുത്ത ചൊവ്വാഴ്ച വീണ്ടും നമ്മുടെ ക്രാഷ് കോഴ്സ് നടക്കുന്നതായിരിക്കും. 4 ദിവസത്തെ ഫ്രീ ക്രാഷ് കോഴ്സാണ്. സീരിയസ് ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് പെയ്ഡ് ആയിട്ടുള്ള സെഷൻ മെയ് 1-ാം തീയതി, ഓക്കെ, അടുത്ത തേഴ്സ്ഡേ ആണെന്നാണ് എൻ്റെ വിശ്വാസം. മെയ് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഫീസും കാര്യങ്ങളും എല്ലാം ഒരു മാസം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ്. 3 വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് ആയിരിക്കും ഈ കോഴ്സ് എടുക്കുന്നത്. A to Z കാര്യങ്ങൾ, ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ A to Z കാര്യങ്ങളായിരിക്കും നമ്മൾ അതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ജോയിൻ ചെയ്യണം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുള്ള ആൾക്കാർക്കും എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9,999 റുപ്പീസാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മുടെ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അല്ലാത്ത 2 ആഴ്ച നീണ്ടു നിന്നുകൊണ്ടിരുന്ന കോഴ്സുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരും അതിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആർക്കെങ്കിലും രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ന്യൂസുകളും വരാനുണ്ടെന്നുള്ളതാണ്. ഒരാഴ്ച നീണ്ടു നിന്ന IMFൻ്റെ മീറ്റിംഗ് ഇന്നും നാളെയും നാളെ ആയിരിക്കും അത് തീരുന്നത്. ഓക്കെ, സോ പല ന്യൂസുകൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പല ന്യൂസുകൾ അവിടുന്ന് വരാനുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ IMF എന്താ പറയുക, ഇന്നും IMFൻ്റെ മീറ്റിംഗ് ഉണ്ട്. അതേപോലെ തന്നെ നാളെയും IMFൻ്റെ മീറ്റിംഗ് ഉണ്ട്. നാളെ സാറ്റർഡേയും മീറ്റിംഗ് ഉണ്ട്. അപ്പം പല കാര്യങ്ങളും, ഓക്കെ, പല പ്രസ്താവനകളും വരുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ എന്താ പറയുക, US IMF ഇന്ന് മാറാൻ പോവുകയാണ്, ചൈന IMFനെ ഫണ്ട് ചെയ്യുന്നു, ഓക്കെ, എന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളും വരുന്നുണ്ട്, ന്യൂസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ടെക്നിക്കലി പോസിബിൾ അല്ല ഒരിക്കലും US IMF ഇന്ന് മാറി നിൽക്കുക എന്നുള്ളത് ടെക്നിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലെങ്കിലും അങ്ങനത്തുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ശ്രദ്ധയിൽ ഇരിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ള ഇന്നത്തെ മെയിനായിട്ടുള്ള ഫണ്ടമെൻ്റൽ ന്യൂസിനകത്ത് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. ഓക്കെ, നേരെ അടുത്ത ആഴ്ചത്തെ ഫണ്ടമെൻ്റൽസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമുക്ക് അടുത്ത തിങ്കളാഴ്ച സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ എന്നാലും മാറി നിൽക്കേണ്ട ദിവസം ബുധനാഴ്ചയും അതേപോലെ തന്നെ വെള്ളിയാഴ്ചയാണ്. ബുധനാഴ്ച നമുക്ക് GDP അനൗൺസ്മെൻ്റ് ഉണ്ട്, വെള്ളിയാഴ്ച നമുക്ക് നോൺ ഫാം പേറോളും ഉണ്ട്. അപ്പം 2 ദിവസം മാറി നിൽക്കുക. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് 3 ദിവസമേ ഉള്ളൂ ട്രേഡ് ചെയ്യാനായിട്ടെന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, നമുക്ക് ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ JPYയിലോട്ട് വരുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 143.53 എന്ന് പറയുന്നൊരു റേഞ്ചിലാണ്. ഓക്കെ, സോ JPY ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 142ൻ്റെ മുകളിലായിട്ടായിരുന്നു മാർക്കറ്റ്, പല മാർക്കറ്റ് ഓപ്പണിങ്സിനും മുകളിലായിട്ടായിരുന്നു അല്ലേ. അപ്പോൾ 142ൻ്റെ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ നല്ല രീതിയിൽ ഓൾമോസ്റ്റ് ഒരു 200 പിപ്സിനടുത്ത് ഉള്ള പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തിനകത്ത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ, സോ ഇനി വീണ്ടും 144ൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് JPY സെല്ല് ചെയ്തുകൊണ്ടും സ്റ്റാർട്ട് ചെയ്യാം. 142ൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ബൈ ചെയ്തുകൊണ്ടും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 142ൻ്റെ അടുത്ത് കിട്ടിയാൽ ഉറപ്പായിട്ടും ഇതിൽ രണ്ടിനും നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. 144ൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ 144.650ൻ്റെ മുകളിലും 142ൻ്റെ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ 141.50ൻ്റെ താഴെയും സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ഓക്കെ, സോ നമുക്ക് ഒരു അടുത്ത ആഴ്ചത്തേക്കുള്ള റേഞ്ച് ഒന്നും കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. കാരണം മാർക്കറ്റ് എങ്ങാനും ഇന്ന് മാർക്കറ്റ് 142ൻ്റെ അവിടെ സപ്പോർട്ട് ചെയ്തില്ല, 140ൻ്റെ അവിടെയും സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ മാർക്കറ്റ് ഈ ആഴ്ച അവസാനിക്കുന്നത് 140ൻ്റെ താഴെയാണ് എങ്കിൽ ആ മാർക്കറ്റ് പോകാൻ പോകുന്നത് 120ലോട്ടാണ്. ഓക്കെ, ഒരു ഭയങ്കര വലിയൊരു ഫോളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അത് അങ്ങനെ വന്നാൽ നമ്മൾ ആ പൈസ അത് നമ്മൾ എൻക്യാഷ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ നിന്ന് നമുക്കൊരു ലോങ്ങർ ടേമിലോട്ട്
ഓക്കെ, 140 നിന്ന് 120 ഒരു ലോങ്ങർ ടേമിലോട്ട് നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് നല്ലൊരു പ്രോഫിറ്റ് വാങ്ങാം എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കരുത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് നിർബന്ധമാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് JPYയിൽ പറയാനായിട്ടുള്ള കാര്യം. നേരെ നമ്മൾ നമ്മുടെ യൂറോയിലോട്ട് വരുമ്പോൾ, യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1.1346 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, സോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, 1.14 കിട്ടിയാൽ നമുക്ക് അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് അതേപോലെ നടന്നു. 1.1400 വന്നിട്ടില്ല കേട്ടോ. കറക്റ്റായിട്ട് ആ വരച്ച വരയിൽ പോയി നിൽക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കുന്ന കാര്യമില്ല, മാർക്കറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു 1.1400 അടുത്ത് കിട്ടിയാൽ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എൻ്റെ അപ്പോൾ നമ്മൾ എന്താണ്, അപ്പോൾ അവിടെ നിന്ന് സെല്ല് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് മോർ ദാൻ 90 പിപ്സ് 80 പിപ്സിൻ്റെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ആണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, വീണ്ടും എനിക്ക് പറയാനായിട്ടുള്ളത് ഇതൊരു ലോങ്ങർ ടേമിലോട്ട് യൂറോയും GBPയും സെല്ലിൽ പോവരുത്. ഓക്കെ, ഒരു 50 to 60 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറണം. ഓക്കെ, അങ്ങനെ വീണ്ടും യൂറോ ഇനിയും നമുക്ക് 1.1400 അവിടെ കിട്ടിയാൽ ഇനി നമുക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, സെല്ല് ചെയ്ത് 1.650 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് മനസ്സിൽ വെക്കുക. അങ്ങനെ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, സോ നേരെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ യൂറോയിൽ പറയാം. യൂറോയിൽ ഞാൻ പണ്ട് മുതലേ, അതായത് കഴിഞ്ഞ ഈ വർഷം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ മാർക്കറ്റ് താഴെ വന്നപ്പോൾ 1.10100 അടുത്തൊക്കെ വന്നിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ്ങർ ടേമിലോട്ട് യൂറോ വാങ്ങിയിടാൻ പറ്റുന്ന ആൾക്കാർ വാങ്ങിയിടുക എന്നുള്ള കാര്യം. അങ്ങനെ വാങ്ങിയിട്ടുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് 1400 പിപ്സിൻ്റെ പ്രോഫിറ്റ്, അതായത് ഒരു ലോട്ട് അന്ന് വാങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് ഒരാൾക്ക് ഇന്ന് പ്രോഫിറ്റ് എന്ന് പറയുന്നത് $14,000. ഓക്കെ, വിത്തിൻ 3 monthsലാണ് നമുക്ക് അത്രയും പൈസ കിട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഒരിക്കലും നമുക്ക് ഇനി ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞതിൻ്റെ ഒരു 3 ആഴ്ചയ്ക്ക് മുന്നേ ഒക്കെ ഉള്ള റേറ്റ്, അതായത് 1.0800 1.100 എന്ന് പറയുന്ന റേഞ്ചിൽ കിട്ടിയാൽ, ഈവൻ 1.100 കിട്ടിയാലും നമുക്ക് പാർഷ്യലി ബൈ ചെയ്യാം. അതായത് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾ 0.5 ലോട്ടെങ്കിലും 1.100 എടുക്കണം. അവിടുന്ന് താഴോട്ട് ഇറങ്ങിയാൽ 1.0800 വീണ്ടും അവിടുന്ന് നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇതാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ യൂറോ ഒരു ലോങ്ങർ ടേമിലോട്ടൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റാണ് അടുത്തൊരു വർഷം കൊണ്ട് ഉണ്ടാവാനും പോകുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ നമ്മളുടെ GBPയിലോട്ട് വരുമ്പോൾ, GBP ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്യുന്നത് 1.3300 എന്ന് പറയുന്ന റേഞ്ചിലാണ്. ഓക്കെ, ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.33 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ സെല്ല് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ആൾക്കാർ സെല്ല് ചെയ്തിട്ടുണ്ട്. പക്ഷേ വലിയൊരു മൂവ്മെൻറ്റ്, ഒരു 40 to 50 പിപ്സിൻ്റെ മൂവ്മെൻ്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പാടെ നമുക്ക് കിട്ടിയൊരു 30 പിപ്സിൻ്റെ ചെറിയൊരു മൂവ്മെൻ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് വെയിറ്റ് ചെയ്യാൻ മാർക്കറ്റ് താഴോട്ട് പോകും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഒരു 50 to 60 പിപ്സിൻ്റെ പ്രോഫിറ്റ് എടുത്ത് മാറുക. സ്റ്റോപ്പ് ലോസ് വേണം 1.3350 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് വേണം കച്ചവടം ചെയ്യാമെന്ന് ഒന്നും കൂടെ ആവർത്തിച്ച് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, യൂറോയിലും GBPയിലും നമ്മൾ കാത്തിരുന്ന അവസരം 1.300 എന്ന് പറയുന്നത് ഒരു ലോങ്ങർ ടേമിൽ നമുക്ക് ബൈ ചെയ്യാൻ പറ്റുന്നൊരു പോയിന്റാണ്. 1.2800 എങ്ങാനും കിട്ടിയാൽ വളരെ നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിച്ചൊരു ലോട്ടറി അടിച്ചത് എന്ന് വിചാരിച്ച് അവിടുന്ന് നല്ലൊരു ബൈ എൻട്രി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 1.2800 കിട്ടിയാൽ, എനിക്ക് കിട്ടും ഉറപ്പൊന്നുമില്ല കേട്ടോ, കിട്ടിയാൽ. ഓക്കെ, ഇത് രണ്ടുമാണ് എനിക്ക് യൂറോയിലും GBPയിലും പറയാനായിട്ടുള്ളത്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് എന്താ പറയുക,
സെൽ സൈഡിലോട്ട് നിൽക്കുമ്പോൾ ഒരു ലോങ്ങർ ടേമിലോട്ടല്ല, വെറും ഒരു ഷോർട്ടർ ടേമിലോട്ട് നിൽക്കണം എന്ന് വീണ്ടും ഞാൻ ഓർമ്മിപ്പിച്ച് ആവർത്തിച്ച് പറയുന്നു. ഓക്കെ, സോ നേരെ ഗോൾഡിലോട്ട് വരുമ്പം ഗോൾഡിൽ ഞാൻ നേരത്തെ പറയാറുണ്ട്, എനിക്ക് കമൻസ് ഒന്നുമില്ല, ഞാൻ ഗോൾഡിൽ തൽക്കാലം ട്രേഡ് ചെയ്യുന്നില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അതിൽ എനിക്ക് ഭയങ്കരമായ ഡൗട്ടുകളുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നിരുന്നാലും നമുക്ക് മാർക്കറ്റ് നല്ലൊരു റീട്രേസ്മെൻറ്റ് കിട്ടി താഴെ 3230 എന്ന് പറയുന്ന റേഞ്ചിൽ കിട്ടിയാൽ അവിടുന്ന് ഞാൻ ബൈ എടുക്കും. ഓക്കെ, ആ ഓപ്പർച്യൂണിറ്റി ഞാൻ മിസ്സാക്കി കളയത്തില്ല. അതും ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഒരു ലോട്ട് കച്ചവടം ചെയ്യുന്ന ആൾ പകുതി 0.3 ലോട്ടോ അല്ലെങ്കിൽ 0.5 ലോട്ട് ചെയ്യാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ബൈ ചെയ്യുന്ന ആൾക്കാർ 2220 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. ഓക്കെ, അതേപോലെ തന്നെ 3230 താഴെ 20 താഴെയുടെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അതേപോലെ 3280 അടുത്ത് കിട്ടിയാൽ അവിടുന്നും ചെറിയ ലോട്ടുകൾ നമുക്ക് ബൈ ചെയ്യാം. ഓക്കെ, 260 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ചെറിയ ലോട്ട് ബൈ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ചാൻസസ് ഉള്ള ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ 80 അവിടെ ഞാൻ വളരെ ചെറിയ ലോട്ട്, ഒരു 0.1 ലോട്ടൊക്കെ ആയിരിക്കും ഞാൻ എടുക്കാൻ പോകുന്നത് എന്നും കൂടെ ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. ഓക്കെ, ഇതാണ് ഇന്നത്തെ ദിവസം എനിക്ക് മാർക്കറ്റ് ഡിസ്കഷനിലായിട്ട് പറയാനായിട്ടുള്ളത്. നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ചാർജ് തീർന്നെന്ന് തോന്നുന്നു, ബ്ലാക്ക് ഇത് കാണിക്കുന്നു. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിലായിട്ട് പറയാനായിട്ടുള്ളത്. മാർക്കറ്റ് ഡിസ്കഷൻ എന്താ പറയുക, നമുക്ക് അടുത്ത ആഴ്ച തിങ്കളാഴ്ച അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ വീക്കെൻഡിലും വരും എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു. അത് മാത്രമല്ല, അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിന് രജിസ്റ്റർ ചെയ്യാൻ നോക്കാൻ എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കമൻറ്റുകളും ഇടുക എന്ന് ഓർമ്മിപ്പിച്ചു ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് ഒന്നെങ്കിലും നമുക്ക് സൺഡേ കാണാം, ഇല്ലെങ്കിൽ നമുക്ക് മൺഡേ കാണാം. ബൈ ബൈ.